ഞാൻ അവളെ വെറുതെ വിടില്ല. വിടരുത് സുശീലേ. അവൾ ഈ കുടുംബത്ത് കയറി മേയാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. ഗോപിയേട്ടനും അമ്മയും മുന്നിൽ വട്ടം കയറി നിൽക്കുന്നതുകൊണ്ടാ. ഇല്ലായിരുന്നെങ്കി പണ്ടേ ഞാൻ അവളുടെ സൂക്കേട് തീർത്തു കൊടുത്തേനെ. ആന്റിക്ക് ഭർത്താവിനെ അമ്മായിയമ്മയും പേടിക്കണം. സുശീല ആന്റിക്ക് ഇവിടെ ആരെയും പേടിക്കണ്ടല്ലോ. അവളെ നിലക്ക് നിർത്താൻ സുശീല ആന്റി തന്നെ മനസ്സ് വെക്കണം. ബെസ്റ്റ്. ഈനാമ്പേച്ചിയും മരപ്പട്ടിയും വേറൊരു മരപ്പട്ടിയും കൂടെ ഗൂഢാലോചന തുടങ്ങി. സുശീലാന്റി, ഇനിയും പാർവതിയുടെ മെക്കിട്ട് കയറാൻ നിക്കണ്ട. ഡയലോഗ് മാത്രമല്ല, അവള് ചിലപ്പോ നല്ല അടിയും തരും. ഗെറ്റ് ലോസ്റ്റ്. ഓ, അവളുടെ കയ്യിന്നേ വാങ്ങിച്ചോ. എനിക്കെന്താ? സുശീലേ, എല്ലാവരുടെയും വിശ്വാസം പാർവതി വെറും പാവമാണെന്നാ. അതുകൊണ്ടാ അമ്മയും ഗോപിയേട്ടനും ഒക്കെ അവളെ തലയിൽ വെച്ച് നടക്കുന്നത്. അവള് ഭൂമി തുരന്നു കയറി കുടുംബം നശിപ്പിക്കുന്ന പെരിച്ചാഴിയാ. അവരൊന്നും അത് മനസ്സിലാക്കുന്നില്ല. വിശാലിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് പറഞ്ഞ ആന്റി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കല്യാണം ഇന്ന് നടക്കും, നാളെ നടക്കും, അടുത്ത ആഴ്ച നടക്കുമെന്ന് പറയുന്നതല്ലാതെ ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അവളോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോഴേ ഞാൻ ഈ കാത്തിരിക്കുന്നതൊക്കെ വെറുതെയാണെന്നാ തോന്നുന്നത്. ആ, എന്നെ കെട്ടാൻ വേറെ ആരെങ്കിലും വരുമായിരിക്കും. ഞാൻ പോവാ. ജാസ്മിൻ, നിന്നെ. എല്ലാം അവസാനിപ്പിച്ച് നീ ഇവിടുന്ന് പോയാ അത് പാർവതിയുടെ വിജയമാ. സുശീലയുടെ മുന്നിൽ ആള് കളിച്ചിട്ട് അവള് ഈ കുടുംബത്തിലെ മരുമകളായി വിലസി നടക്കണ്ട. അവളുടെ സ്ഥാനം ഈ പടിക്ക് പുറത്ത് തന്നെയാ. അതാ എന്റെ തീരുമാനം. അവൾ ഈ പടിക്ക് പുറത്താവുന്നതിന് മുമ്പ് വിശാലിന്റെ മണിയറയിലേക്ക് നീ കയറി ചെല്ലുന്നത് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കും. അല്ല, എന്താ ഇവിടെ? ആ, വിഷു, നിന്റെ കല്യാണം കൂടാനാ ആന്റി വന്നത്. നിന്റെ കല്യാണം ആയതുകൊണ്ട് മാത്ര ഇല്ലാത്ത സമയമുണ്ടാക്കി ആന്റി വന്നത്. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോയാ ആന്റിക്ക് നിരാശയോടെ തിരിച്ചു പോണ്ടി വരും. അതുകൊണ്ട് ആന്റി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താ ആന്റി? ഏട്ടനെയും പ്രഭേച്ചിയൊന്നും കാര്യങ്ങൾ ഏൽപ്പിക്കുന്നില്ല. ഞാൻ തന്നെ മുന്നിട്ടിറങ്ങാൻ പോവാ. എന്റെ മേൽനോട്ടത്തിലായിരിക്കും നിന്റെയും ജാസ്മിന്റെയും കല്യാണം. ജാസ്മിൻ, നിശ്ചയത്തിനൊരുങ്ങിക്കോളൂ. ആ, എനിക്ക് വിശാലിനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ ആന്റി? പറയാം, വരൂ. മോളെ, പാർവതി സുശീലെ പ്രൊവോക്ക് ചെയ്തത് നന്നായി. കാര്യങ്ങളൊന്നും മുറുകി. നിങ്ങളുടെ കല്യാണം അവള് നടത്തിക്കോളും. ആര് തടയാൻ ശ്രമിച്ചാലും സുശീലയ്ക്ക് അതൊരു പ്രശ്നമേ അല്ല. അമേരിക്കക്കാരിയോട് പാറു വഴക്കിട്ടത് ദേവമ്മയ്ക്ക് ഇഷ്ടമായെന്നാ തോന്നുന്നത്. വിളക്ക് തെളിഞ്ഞു കത്തുന്ന കണ്ടില്ലേ? അവരും ഒരു
ഞാനൊരു കല്യാണം കഴിച്ച സ്ത്രീയല്ലേ. കല്യാണം കഴിച്ച സ്ത്രീകള് താലിയെ ബഹുമാനിക്കണം. എന്റെ ജീവൻ എടുക്കാൻ വന്നാ ഞാൻ ക്ഷമിക്കും. പക്ഷേ എന്റെ താലിയെ പൊട്ടിക്കാൻ വന്നാ ആരായാലും ഞാൻ തടയും. കാര്യം എന്താന്ന് പറ ആന്റി. പറയാന്ന് പറഞ്ഞില്ലേ, നീ വന്നേ വാ. എന്താ പാറു പാറു അവരോട് വഴക്കിട്ടതേ വിശാൽ സാറിന് ബോധിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാ പാറുവിനോട് വഴക്കിനൊന്നും വിശാൽ സാർ വരാത്തത്. കാലത്ത് എഴുന്നേറ്റ് താലി കണ്ണിൽ ചേർക്കുമ്പോ അദ്ദേഹത്തിന്റെ കാൽ തൊട്ട് വണങ്ങുന്ന പോലെയാ എനിക്ക് തോന്നാറ്. എന്റെ സ്നേഹവും ഭക്തിയും അദ്ദേഹം തിരിച്ചറിഞ്ഞു കാണും. പാറു വിശാൽ സാറും അമേരിക്കക്കാരിയും വരുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് തന്നെയാ വരുന്നത്. ഇങ്ങോട്ട് വരുന്നെന്നോ? വിശാൽ സാറ് കിടക്കുന്ന മുറിയിൽ എന്തിനു ഞാൻ കയറിയെന്ന് ചോദിച്ചായിരിക്കും ഇനി അടുത്ത വഴക്ക്. എന്നെ കാണണ്ട, നീയും പൊയ്ക്കോ, പോ. ശരി പാറു. അയ്യോ, വന്നേ എന്താ ഇരിക്ക്. ഇരിക്ക്. ദേ, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഗായത്രിയുടെ മുന്നിൽ വെച്ച് നീ സത്യം മാത്രമേ പറയൂന്നാ എന്റെ വിശ്വാസം. അതുകൊണ്ടാ ഈ റൂമിൽ വെച്ച് ചോദിക്കാന്ന് വെച്ചത്. നിനക്ക് പാർവതി ഇഷ്ടാണോ? ഉദയനൂരമ്മ എനിക്ക് വിശാൽ സാറിന്റെ മനസ്സറിയാനുള്ള അവസരം ഉണ്ടാക്കി തരികയാണോ, അതോ ഇതും ഒരു പരീക്ഷണമാണോ? പറയേ, പാർവതിയെ നിനക്ക് ഇഷ്ടമാണോന്ന്. എല്ലാവരെയും സ്നേഹിക്കണമെന്ന പണ്ട് എന്നെ എന്റെ അമ്മ പഠിപ്പിച്ചിട്ടുള്ളത്. ആ അർത്ഥത്തിൽ അവളോട് എനിക്ക് സ്നേഹമാണ്. പ്രഭാവതിയെ നീ സ്നേഹിക്കുന്നില്ലേ? ചോദിക്കേണ്ട കാര്യമുണ്ടോ ആന്റി? എനിക്ക് രണ്ടമ്മമാരാ. രണ്ടമ്മമാരെയും ഞാൻ ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട്. എന്ന് വെച്ചാ പ്രഭാവതിയെ നീ ഒരിക്കലും ധിക്കരിക്കില്ലെന്ന്. Am I right? എന്റെ അമ്മയെ ഞാൻ ധിക്കരിക്കോ? മതി വിഷു, ഇത്രയും കേട്ടാ മതി എനിക്ക്. ഗായത്രിയുടെ മുമ്പിൽ വെച്ച് പാർവതിയെ സ്നേഹിക്കുന്നുവെന്ന് നീ പറയുന്ന ഞാൻ കരുതിയത്. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. അല്ലെങ്കിൽ തന്നെ 18ാം നൂറ്റാണ്ടിലെ മനസ്സുമായി ജീവിക്കുന്ന ആ പീറ പെണ്ണിനെ നീ എങ്ങനെ ഇഷ്ടപ്പെടാനാ? Am I right? എടാ മോനെ, നിനക്ക് ചേരുന്നത് ജാസ്മിൻ തന്നെയാ. പറഞ്ഞതൊന്നും മറന്നിട്ടില്ലല്ലോ. ദേ, വിവാഹ നിശ്ചയത്തിന് നീ തയ്യാറായിക്കോ. Are you okay? മരിച്ചുപോയ എന്റെ അമ്മയുടെ മുന്നിൽ വെച്ച് ഞാൻ ഒരു വാക്കുപോലും കള്ളം പറഞ്ഞിട്ടില്ല. പാർവതി ഇഷ്ടമാണെന്ന് തന്നെയാ ഞാൻ പറഞ്ഞത്. എല്ലാരെയും ഇഷ്ടമാണെന്ന് കൂടി കൂട്ടിച്ചേർത്തു മാത്രം. പ്രഭാവതിയെ ധിക്കരിക്കുമെന്ന് ആന്റി ചോദിച്ചതിന് എന്റെ അമ്മയെ ഞാൻ ഒരിക്കലും ധിക്കരിക്കില്ലെന്നാ ഞാൻ മറുപടി പറഞ്ഞത്. അതും കറക്റ്റ്. ഈ ഇരിക്കുന്നതും എന്റെ അമ്മയല്ലേ? ജാസ്മിനെ വിവാഹം ചെയ്യരുതെന്ന് അമ്മ പറഞ്ഞു എന്നല്ലേ പാർവതി പറഞ്ഞത്? അതൊരിക്കലും ഞാൻ ധിക്കരിക്കില്ല.
പുറത്തു വരില്ലേ? ഞാനിവിടെ ഉണ്ടായിരുന്നു. നീ ഇവിടെ ഒളിച്ചിരിക്കായിരുന്നല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? കള്ളി തന്നെയാ നീ. ഞാൻ ഒളിച്ചു നിന്നൊന്നുമല്ല. ഈ മുറിയിൽ എന്നെ കണ്ട അപ്പച്ചി വഴക്ക് പറയുന്ന പേടിച്ച് മറഞ്ഞു നിന്നതാ. എടി മരക്കഴുതേ, മറഞ്ഞിരിക്കലും ഒളിഞ്ഞിരിക്കലും ഒന്ന് തന്നെയാ. എന്തിനാ എന്നെ മരക്കഴുതേന്ന് വിളിക്കുന്നേ? നേരത്തെ വിളിച്ചു, അവരും വിളിച്ചു. നീ മരക്കഴുത ആയതുകൊണ്ട്. ശരിക്കും ഞാൻ മരക്കഴുതയാണോ? ആ അതെ. കൊറേ ബുദ്ധി ഉണ്ടാവാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്ക് കൊറേ ബുദ്ധിയുണ്ട്. വിശാൽ സാറിന് ബുദ്ധി ഉള്ളതുകൊണ്ട് എനിക്കെന്താ പ്രയോജനം? കുറച്ച് നിനക്ക് തരാം. വിശാൽ സാറേ വെറുതെ പറയുന്നതാ എന്നെ പറ്റിക്കാൻ വേണ്ടി. ഏയ് എനിക്കിതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ആഹാ, സാരികളൊന്നും ഇഷ്ടപ്പെടുന്നില്ല നിനക്ക്? നീ തന്നെയല്ലേ സെലക്ട് ചെയ്തേ? ഞാൻ പറഞ്ഞത് സാരിയുടെ കാര്യമല്ല ആന്റി. വിശാലിന്റെ പാർവതിയോടുള്ള സ്നേഹം കാണിക്കലും അവരുടെ കളിയും ചിരിയും ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാ പറഞ്ഞത്. ഓ അതാണോ? ജാസ്മിൻ, നീ ഒന്നും പേടിക്കണ്ട. ഞാനിപ്പോ വിശാലിനോട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടാ വരുന്നത്. ഗായത്രിയുടെ ഫോട്ടോയുടെ മുന്നിൽ വെച്ച് അവൻ കളവ് പറയില്ല എന്ന് പ്രഭേച്ചിക്കറിയാലോ. ഗായത്രിയുടെ മുന്നിൽ വെച്ച് അവൻ എന്നോട് തുറന്നു പറഞ്ഞു. അവളോട് അവൻ അങ്ങനെ പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല, സഹജീവികളോട് തോന്നുന്ന ഒരു തരം സ്നേഹമുണ്ടല്ലോ, അത് മാത്രമേ അവൻ അവളോടുള്ളൂ. പക്ഷേ വിവാഹകാര്യം പറയുമ്പോ അവനൊരു ഉരുണ്ടുകളിയുണ്ട്. സമ്മതമാണെന്നും പറയുന്നില്ല, താല്പര്യം ഇല്ല എന്നും പറയുന്നില്ല. അതെ, വിശാലിന് വേറൊരു വിവാഹം എന്നത് പ്രഭേച്ചിയുടെ ഐഡിയ തന്നെയല്ലേ? അതുകൊണ്ട് അമ്മ എന്ത് പറഞ്ഞാലും ധിക്കരിക്കില്ല എന്നും ഗായത്രിയുടെ മുമ്പിൽ വെച്ച് അവൻ എന്നോട് പറഞ്ഞു. വിവാഹ നിശ്ചയത്തിന് ഒരുങ്ങാൻ പറഞ്ഞപ്പോ അവൻ എതിർത്തതുമില്ല. ദേ, നിങ്ങൾ രണ്ടാളും ഇങ്ങനെ വെറുതെ പേടിക്കുന്നതാ. അവന് പാർവതിയോട് പ്രത്യേക മമതയും ഇല്ല, ജാസ്മിനെ വിവാഹം കഴിക്കുന്നതിൽ എതിർപ്പുമില്ല. ആന്റി പറയുന്നത് പൂർണ്ണമായും വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. വിശാലിന് അവളോടുള്ളത് വെറും സഹജീവികളോടുള്ള സ്നേഹം മാത്രമാണെങ്കിൽ വിശാല് പോകുന്നിടത്തെല്ലാം അവളെ കൊണ്ടുവന്നത് എന്തിനാ? അവൾ ഏത് സമയവും ആ വിശാലിന്റെ റൂമിലാ. അറിയോ ആന്റിക്ക്? അതിന് വേറൊരർത്ഥം കാണണ്ട മോളെ. ദൈവത്തിന്റെ ഫോട്ടോ പരിപാലിക്കുന്നത് പോലെയാ ഗായത്രിയുടെ ഫോട്ടോ അവള് പരിപാലിക്കുന്നത്. തുടക്കലും മാല ചാർത്തലും വിളക്ക് തെളിയിക്കലും ഒക്കെ അതിനുവേണ്ടിയാ അവള് വിശാലിന്റെ മുറിയിൽ പോകുന്നത്. അല്ലാതെ ആ ഫോട്ടോ ആ മുറിയിലുള്ളതേ അവൾക്ക് സൗകര്യമായി. ആ മുറിയിൽ എപ്പോഴെപ്പോഴും പോകുന്നത് എന്തിനാന്ന് ചോദിച്ചാ പറയാനൊരു കാരണമായല്ലോ. ഇപ്പോഴും ഉണ്ടാവും അവൾ ആ മുറിയില്. ജാസ്മിൻ, ഇതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. ഞാനാ മുറിന്നല്ലേ വരുന്നത്, അവിടെ വിശാല് മാത്രമേ ഉള്ളൂ. അവൾ ആ മുറിയിലേക്ക് കയറി പോകുന്നത് ഞാൻ കണ്ടതല്ലേ. ഞാനൊന്ന് പോയി നോക്കട്ടെ എന്നാ. ആ എന്തായാലും നല്ല സെലക്ഷൻസാ ഇതൊക്കെ. വിവാഹത്തിന്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഷോപ്പിലൊന്ന് പോണം.
ഷർട്ടിലല്ലേ, എന്റെ നെഞ്ചിലായിരുന്നു ഇത് പുരളേണ്ടിയിരുന്നത്. എങ്കിൽ ഒരിക്കലും മാഞ്ഞു പോവാതെ എന്റെ നെഞ്ചിനുള്ളിൽ ഞാനിത് സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നു. വിവാഹം കഴിഞ്ഞ സ്ത്രീകള് കുങ്കുമം ഇടുമ്പോ അത് വെറും കുങ്കുമല്ല, പിന്നെ ഭർത്താവിനെ നെറുകയിലെടുത്തു വെച്ച് നടക്കാൻ കഴിയില്ലല്ലോ. അതിനു പകരമായിട്ടാ കുങ്കുമം തൊടുന്നെ. ലോകത്തോട് ഭാര്യ വിളിച്ചു പറയാ, എനിക്കൊരു പുരുഷനുണ്ടെന്ന്, എന്നെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പുരുഷനെന്ന്. നിന്റെ ഈ കുങ്കുമം ഞാനാണെന്നാണ് നീ പറഞ്ഞു വരുന്നത്? ഉം. അപ്പോ നിന്റെ നെറുകയിലാണോ എന്റെ സ്ഥാനം? നെറുകയിൽ മാത്രല്ല, എന്റെ ആത്മാവിലും വിശാൽ സാർ ഉണ്ടാവും. നിന്റെ ആത്മാവിൽ ഞാൻ എത്ര കാലം ഉണ്ടാവും? എപ്പോഴും. ആത്മാവ് നിലനിൽക്കുന്ന കാലത്തോളം. അതാ എന്റെ ആഗ്രഹം. നിന്റെ ആത്മാവിനകത്ത് ഞാൻ എപ്പോഴും ഉണ്ടാവും. നമ്മുടെ സന്തോഷത്തിന് അലോസരം ഉണ്ടാക്കാൻ ആരും കടന്നു വരാൻ പാടില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? എനിക്കും നിനക്കും ഇടയിൽ മറ്റൊരാൾ വേണ്ടെന്ന്. ജാസ്മിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടി കഴിഞ്ഞാൽ നിന്റെ ആത്മാവിൽ നിന്ന് എനിക്ക് ഇറങ്ങിപ്പോവേണ്ടി വരും. എനിക്ക് അറിയാം വിശാൽ സർ, പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ പറയാറില്ലേ വിശാൽ സാറിന്റെ അമ്മ വിശാൽ സാറിനെ വിട്ടുപോയിട്ടില്ല എന്ന്. ഞാൻ തോറ്റുപോയെടുത്ത ഗായത്രി അമ്മയ്ക്ക് ജയിക്കാൻ കഴിയും. ഈ പ്രതിസന്ധിയിൽ നിന്നും ഒന്ന് കരകയറ്റി തരണേന്ന് വിശാൽ സാറിന്റെ അമ്മയോട് പറയാം. പറയ് വിശാൽ സാർ. വിശാലിന്റെ ഉപഗ്രഹമാണല്ലോ ഇവള്. എപ്പോഴും വിശാലിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ? കുങ്കുമല്ലേ ഇത്? നിന്റെ നെറ്റിയിലെ കുങ്കുമം എങ്ങനെയാടി വിശാലിന്റെ ഷർട്ടിൽ വന്നത്?